ഹലോ ഫ്രണ്ട്സ്, പവർ പോയിന്റ് ബേസിക് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വ്യൂ ടാബിലെ മറ്റുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വ്യൂ ടാബിലെ പ്രസൻറ്റേഷൻ വ്യൂസ് എന്നുള്ള ഗ്രൂപ്പിലെ നോർമൽ, ഔട്ട്ലൈൻ വ്യൂ, സ്ലൈഡ് സോർട്ടർ തുടങ്ങിയ ഓപ്ഷൻസ് പരിചയപ്പെട്ടു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോട്ട്സ് പേജ് അതുപോലെ തന്നെ റീഡിംഗ് വ്യൂ ഈ രണ്ട് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഇവിടെ നോട്ട്സ് പേജിൽ നിന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മുടെ മൗസ് പോയിന്റർ കൊണ്ടുവന്നാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് കാണാം. അതായത് നമ്മളുടെ ഈ പ്രസൻറ്റേഷൻ ചിലപ്പോൾ നമുക്ക് ഒരു A4 ഷീറ്റിൽ പ്രിന്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യൂവിൽ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ കാണുന്നത്, അതായത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ സ്ലൈഡിൽ ചില നോട്ട്സുകളെല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതടക്കം നമ്മുടെ ഈ സ്ലൈഡുകൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ നോട്ട്സ് പേജ് എന്നുള്ള ഈ ഒരു വ്യൂ സെലക്ട് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഞാനിപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത്രയുമാണ് നമ്മളുടെ ഒരു A4 ഷീറ്റിൻ്റെ സൈസ് കാണിക്കുന്നത് ഇവിടെ അതിൻ്റെ ബോർഡേഴ്സ്. സോ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളുടെ സ്ലൈഡ് ഏരിയയും ഈ ഒരു വ്യൂ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ പ്രസൻറ്റേഷൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലൈഡിൽ ഉപയോഗിച്ച ഫോൺസ് കറക്റ്റ് ആണോ, നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നോട്ട്സ് ആഡ് ചെയ്യുന്നത് നമുക്ക് വരുന്ന വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇനി നമുക്ക് നോട്ട്സ് പേജിന് പകരം റീഡിംഗ് വ്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ നോർമൽ വ്യൂ എന്നെല്ലാം മാറി നമ്മളെ സ്ലൈഡ് നമ്മളൊരു PDF എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമുക്കിത് വായിക്കുന്നതിനായിട്ടുള്ള എളുപ്പത്തിന്. സോ നമ്മുടെ എല്ലാ സ്ലൈഡുകളും ഏകദേശം ഒരു ഫുൾ സ്ക്രീൻ ലെങ്ത്തിലേക്ക് വന്ന് നമ്മളുടെ റീഡിങ്ങിനെ കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിനാണ് ഈ ഒരു വ്യൂ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് തിരിച്ച് വീണ്ടും നമ്മളുടെ പഴയ വ്യൂവിലേക്ക് പോകാനായി കീബോർഡിലെ എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പഴയ വ്യൂവിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അതിനുശേഷം നമുക്ക് നോർമൽ വ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂവിലേക്ക് വരും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.